നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആകാംക്ഷയ്ക്ക് വിട. മുഖ്യമന്ത്രിയായി VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ജില്ലയിലും UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. സമൂഹത്തിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിച്ചതായി പരാതി. കാഞ്ഞങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ യുവതിക്കെതിരെ കേസ്. ഉദുമ പാലക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഉദുമ കോട്ടക്കുന്നിലെ നസീറിന്റെ മകൻ 22-കാരൻ ലുക്മാനാണ് മരണപ്പെട്ടത്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കൽ. കാസർഗോഡ് മുഖ്യ തപാൽ ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. ഗർഭാശയ ക്യാൻസർ പ്രതിരോധം. HPV വാക്സിൻ സൗജന്യമായി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലും ലഭ്യം. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ നടപടി. MSF തൃക്കരിപ്പൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുമ്പളയിൽ ഹൈവേ ഉപരോധിച്ചും പ്രതിഷേധം. ഉദ്യാവര അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിന് പരിസമാപ്തി. മതസാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃകകൾക്ക് സാക്ഷ്യം വഹിച്ചാണ് ഇത്തവണയും ചടങ്ങുകൾ നടന്നത്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതോടെ കാസർഗോഡ് ജില്ലയിലും UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നീണ്ട 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിനെതിരെ പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്.
സമൂഹത്തിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിച്ചതിന് കാഞ്ഞങ്ങാട്ട് യുവതിക്കെതിരെ കേസ്. വിജയാഹ്ലാദ പ്രകടനം നടത്തുവാനെത്തിയ UDF പ്രവർത്തകരോട് ഇന്ത്യ നമ്മുടെ സ്ഥലമല്ലെന്നും പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതിനുമാണ് കേസെടുത്തത്. ഇന്ത്യ നമ്മുടെ സ്ഥലമാണെന്നും നിങ്ങളുടെ സ്ഥലമല്ല, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് യുവാക്കളോട് പറഞ്ഞതിനാണ് യുവതിക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തത്. മുക്കോട് സ്വദേശി പി മുഹമ്മദ് അസ്കറിന്റെ പരാതിയിൽ പൂച്ചക്കാട്ടെ ചന്ദ്രവതിക്കെതിരെയാണ് കേസ്. പരാതിക്കാരനെയും സുഹൃത്തുക്കളെയും അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 4-ന് വൈകിട്ട് പൂച്ചക്കാട് അംഗൻവാടിക്ക് സമീപത്താണ് സംഭവം. വിജയാഹ്ലാദ പ്രകടനം നടത്താനെത്തിയ UDF പ്രവർത്തകരാണ് പരാതിക്കാർ. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദുമ പാലക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഉദുമ കോട്ടക്കുന്നിലെ നസീറിന്റെ മകൻ 22-കാരൻ ലുക്മാനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ഉദുമ പാലക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ഉദുമ കോട്ടക്കുന്നിലെ നസീറിന്റെ മകൻ ലുക്മാനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെ പാലക്കുന്ന് ടൗണിലാണ് അപകടം. കാസർഗോഡ് ഭാഗത്തു നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. മംഗളൂരു ശ്രീദേവി കോളേജിൽ 1-ാം വർഷ BBA വിദ്യാർത്ഥിയാണ് ലുക്മാൻ. ന്യൂസ് ബ്യൂറോ, ഉദുമ. നീറ്റ് UG പരീക്ഷ റദ്ദാക്കൽ. കാസർഗോഡ് മുഖ്യ തപാൽ ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് വഴി കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് സർക്കസ് കളിക്കുകയാണെന്ന് ജവാദ് പുത്തൂർ ആരോപിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നത് വഴി കേന്ദ്ര സർക്കാരിനും NATക്കും വലിയ പിഴവാണ് സംഭവിച്ചത്. രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ ബന്ധപ്പെട്ടവർ മറുപടി പറയണമെന്നും ജവാദ് പുത്തൂർ കൂട്ടിച്ചേർത്തു. ഉപരോധ സമരത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജവാദ് പുത്തൂർ ഉൾപ്പെടെയുള്ള 6ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിഷ്ണു കാട്ടുമാടം, നുഹ്മാൻ പള്ളങ്കോട്, അഖിൽ ജോൺ, VN വിഷ്ണു, അൻസാരി കോട്ടക്കുന്ന്, നമിത, വരുൺ രാജ്, VM സാന്ദ്ര, ചന്ദ്രകല, ലിയോൺസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുവാൻ HPV വാക്സിൻ സൗജന്യമായി സർക്കാർ ആശുപത്രികളിലും ലഭ്യം. കാസർഗോഡ് ജില്ലയിൽ 11,720 ഡോസ് HPV വാക്സിനുകൾ ലഭ്യമായിട്ടുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ 2ാമത്തെ പ്രധാന ക്യാൻസറായ ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി വാക്സിൻ ലഭ്യമാക്കി ആരോഗ്യവകുപ്പ്. 2026 ഫെബ്രുവരി 28-ന് രാജ്യവ്യാപകമായി ആരംഭിച്ച വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി മെയ് 31-നകം 14 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് ഭാരത സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ 14 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും
വാക്സിൻ നൽകി ഭാവിയിൽ എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് ഗർഭാശയകള ക്യാൻസർ. 99.7% ഗർഭാശയകള ക്യാൻസറുകളും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. മിക്ക HPV അണുബാധകളും ലക്ഷണമില്ലാത്തതും സ്വയമേവ പരിഹരിക്കപ്പെടുന്നതുമാണെങ്കിലും HPVയുടെ തുടർച്ചയായ അണുബാധ ഗർഭാശയകള ക്യാൻസറിലേക്ക് നയിച്ചേക്കാം. 2006 മുതൽ തന്നെ HPV വാക്സിൻ ഇന്ത്യയിലുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വളരെ സുരക്ഷിതമായി നൽകി വരുന്നുണ്ട്. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിൽ HPV വാക്സിൻ 90%-ലധികം ഫലപ്രദമാണ്. ജില്ലയിൽ 11,720 ഡോസ് HPV വാക്സിനുകൾ ലഭ്യമായിട്ടുണ്ട്. മെയ് 31 ക്യാമ്പയിൻ അവസാനിക്കുന്നതിനാൽ എല്ലാവരും പ്രസ്തുത തീയതിക്ക് മുമ്പ് തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ച് സുരക്ഷിതരാവണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് ബി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചും സുതാര്യമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ടൗണിലെ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസ് പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഗേറ്റിൽ MSF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം യഥാർത്ഥത്തിൽ MSF മാത്രമല്ല, രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഈ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും തകർത്ത കേന്ദ്ര സർക്കാരിൻ്റെ ലാഘവത്തോടെയുള്ള ഇത്ര നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിലാണ് രാജ്യവ്യാപകമായി. ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ ടെലിവിഷനിലൊക്കെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2024 ഇതേ നീറ്റ് UG പരീക്ഷ ജാർഖണ്ഡ് ഭാഗത്ത് ചോദ്യപേപ്പർ ചോർന്നു എന്ന പേരിൽ വലിയ വിവാദമായി സുപ്രീം കോടതി ഇടപെട്ടു. അന്ന് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ പറയുകയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA-ക്കാണ് ഇതിൻ്റെ പൂർണ്ണമായ ചുമതല. 2017 ഈ സർക്കാർ NDA സർക്കാർ അധികാരത്തിൽ വന്ന് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 2017 പുതിയ പരിഷ്കാരം വന്നത്. അന്ന് മുതലാണ് ഇതിൻ്റെ എല്ലാം തകരാറ് സംഭവിച്ചത്. MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പോത്താങ്കണ്ടം അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി VPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, MSF മണ്ഡലം സെക്രട്ടറി AT സാലിം, ട്രഷറർ അർഷാദ് തെക്കേക്കാട്, മെഹബൂബ് IT, മുജ്തബ പെരിയോത്ത് എന്നിവർ സംസാരിച്ചു. മാർച്ചിന് സാജിൽ പടന്ന, ഉസ്മാൻ വെള്ളാപ്പ്, അസ്ഹദ് വടക്കുംപാട്, ഷെഹ്സാദ് തങ്കയം, ഹാഷിർ ഒട്ടപ്പടവ്, ഹസീബ് പിലിക്കോട്, ഇൻഷാഫ് കോവൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച. MSF പ്രവർത്തകർ കുമ്പളയിൽ ഹൈവേ ഉപരോധിച്ച് പ്രതിഷേധിച്ചു. 1/4 മണിക്കൂറോളം റോഡ് ഉപരോധിച്ചതോടെ രൂക്ഷമായ ഗതാഗത തിരക്കുണ്ടായി. ഇതോടെ കുമ്പള പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നതിൽ കുമ്പളയിൽ MSF പ്രതിഷേധം. ഹൈവേ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വഞ്ചിച്ച കേന്ദ്ര സർക്കാർ അനാസ്ഥയ്ക്കെതിരെ സമരത്തിൽ ശക്തമായ പ്രതിഷേധം ഇരമ്പി. 1/4 മണിക്കൂറോളം റോഡ് ഉപരോധിച്ചതോടെ രൂക്ഷമായ ഗതാഗത തിരക്കുണ്ടായി. ഇതോടെ കുമ്പള പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി.
MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സവാദ് അങ്കടിമുഗർ, ജില്ലാ ട്രഷറർ സർഫ്രാസ് ബന്ദിയോട്, ജംഷീർ മൊഗ്രാൽ, റാസിഖ് മൈമുന നഗർ, നിസാർ കൊക്കച്ചാൽ, അൻസാർ വോർക്കാടി, ഷുഹൈദ് ചളിയങ്കോട്, നാഫി ബംബ്രാണ, ഹാഷിർ ആരിക്കാടി, റിഫായ് കുമ്പള, ഹാഷിർ വളവിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമ്പള. തുളുനാടിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന്റെ പ്രഭചാർത്തി പ്രശസ്തമായ ഉദ്യാവര അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപ്തി. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃകകൾക്ക് സാക്ഷ്യം വഹിച്ചാണ് ഇത്തവണയും ഉത്സവാഘോഷങ്ങൾ നടന്നത്. ക്ഷേത്രത്തിലെ പുരാതനമായ ആചാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സിംഹാസനക്കട്ടയിലെ ഒത്തുചേരലാണ്. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുമ്പോൾ സിംഹാസനക്കട്ടയുടെ വലതുഭാഗത്ത് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഇടതുഭാഗത്ത് മുസ്ലിം ജമാഅത്ത് പ്രതിനിധികളും ഇരിപ്പുറപ്പിക്കുന്നു. മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ ഒരേ വേദിയിൽ ഒത്തുചേരുന്ന ഈ കാഴ്ച നാടിന്റെ ഐക്യത്തിന്റെ വിളംബരമായി മാറി. മെയ് 9 ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. മെയ് 11, 12 തീയതികളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചരിത്രപ്രസിദ്ധമായ വാർഷിക ബണ്ടി ഉത്സവം അത്യാഘോഷപൂർവ്വം നടന്നു. മെയ് 15 കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ ഔദ്യോഗികമായി സമാപിക്കും. ചരിത്രപരമായ ഈ നിമിഷങ്ങൾക്ക് ക്ഷേത്രഭാരവാഹികളായ കിരൺ ഷെട്ടി, സഞ്ജീവ് ഷെട്ടി, ഉമേഷ് പൂമണ്ണു, തിമ്മണ്ണ ഭണ്ഡാരി, കുഞ്ഞണ്ണ ചൗട്ട, മഞ്ചറൈ എന്നിവരും സമുദായ പ്രമുഖരും നാട്ടുകാരും സാക്ഷ്യം വഹിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഹിന്ദു മുസ്ലിം ഉത്സവം സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി യുവജന സംഘങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്ന വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 പട്ടികജാതി യുവജന സംഘങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ കലാസാംസ്കാരിക അഭിവൃദ്ധി ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കിയത്. വിതരണോദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്കീം പ്രകാരമാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ തെയ്യം കലാകാരന്മാർക്ക് ഇങ്ങനെ ചെണ്ട, മറ്റ് വാദ്യോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത്. ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ അത് അവർ കാണും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും സാധാരണക്കാരായ ആളുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതികൾക്കാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എപ്പോഴും മുൻഗണന കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ന് ഒരു 5ഓളം സംഘങ്ങൾക്കാണ് കൊടുക്കുന്നത്. തീർച്ചയായും അവർക്കതൊരു ജീവിത മാർഗത്തിനുള്ള വഴി ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PH മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MP ജയശ്രീ, അംഗങ്ങളായ നാരായണൻ മാടിക്കാൽ, ബിന്ദു കെ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KP രജിത, SCDOPB ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ ദ്വിദിന ബാലസഭ കളിക്കൂട്ടം ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കുട്ടികളിലെ അറിവും കഴിവും വികസിപ്പിക്കുന്നതിന് പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനും സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനും കുടുംബശ്രീ ജില്ലാ മിഷൻ കുടുംബശ്രീ ബാലസഭ കുട്ടികൾക്കായുള്ള ദ്വിദിന ബാലസഭ ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീയിൽ തുടങ്ങി. കളിക്കൂട്ടം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പിൽ 47 വാർഡുകളിൽ നിന്നായി 74 കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ കാർബൺ സന്തുലിതാവസ്ഥ എന്നതാണ് ഈ വർഷത്തെ കുടുംബശ്രീ ബാലസഭയുടെ ലക്ഷ്യം. പൊതു ഇടങ്ങൾ ബാലസൗഹൃദമാക്കുക എന്നതും കുടുംബശ്രീ ബാലസഭയുടെ ഈ വർഷത്തെ ക്യാമ്പുകൾക്ക് മാറ്റുകൂട്ടുന്നു. ആട്ടവും പാട്ടും, ഫ്രീ ഡാൻസ്, എന്റെ കൂട്ടുകാരൻ, എന്റെ ശക്തി, കാർബൺ മെഷർ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ 2 CDSന്റെയും നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി കുട്ടികൾക്കുള്ള പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുക. നമ്മുടെ ചെറിയ കുട്ടികളിൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് CDS ജില്ലാ മിഷനൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ നടക്കുന്ന ഈ പരിശീലന ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക. നഗരസഭാ CDS ഫസ്റ്റ് ചെയർപേഴ്സൺ K. പുഷ്പലത അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP ജാഫർ, M. സുമതി, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, C. വിജയൻ, കൗൺസിലർ M. പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്കൻഡ് CDS ചെയർപേഴ്സൺ PV രത്നാവതി സ്വാഗതവും ബ്ലോക്ക് കോർഡിനേറ്റർ K. ജിജി നന്ദിയും പറഞ്ഞു. AV സന്തോഷ് കുമാർ, വിജയകുമാർ പനയാൽ, ജിതിൻ കൊടക്കാട്, അനുശ്രീ മുഴക്കവും എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നഗരസഭാ കൗൺസിലർമാർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ മിഷൻ ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകൂലോം കലശ മഹോത്സവത്തിന് മുന്നോടിയായി കൂലോം തീണ്ടൽ ചടങ്ങ് നടന്നു. കലശ തീയതിയും മുഹൂർത്തം കുറിക്കൽ ചടങ്ങും ശനിയാഴ്ച നടക്കും. മടിയൻ കർണമൂർത്തി, മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരാൻ, മടിയൻ തണ്ടാൻ, വയൽ തണ്ടാൻ, മടിയൻ മണിയാണി, ആലന്തട്ട ആശാരി, പനക്കൂൽ തറവാട്, കണ്ണംപാത്തി തറവാട്, പൂക്കണിയാൻ എന്നിങ്ങനെ ഓരോ ആചാരക്കാരെയും കുമ്മണാർക്കളരി മൂത്ത കുരുക്കിളച്ചൻ ആചാര പേര് ചൊല്ലി വിളിച്ചതോടെ പടിഞ്ഞാറെ ഗോപുരനടയിൽ കാത്തുനിന്നവർ കോലധാരികൾക്കൊപ്പം മറ്റ് ആചാരസ്ഥാനികരും ആചാരവേഷത്തിൽ ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പ്രവേശിച്ചു. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച സംക്രമ ദിവസം രാവിലെ കൂലോം തീണ്ടൽ ചടങ്ങിലാണ് പൂർവാചാര അനുഷ്ഠാനമായി ഭക്തിനിർഭരമായ ചടങ്ങ് നടന്നത്. തുടർന്ന് ക്ഷേത്ര തിരുനടയിൽ ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ അരിയിലും പൂവിലും മുഹൂർത്തം കുറിച്ചതോടെ താഴത്ത് വീട്ടിൽ ഇളമയുടെ കാർമ്മികത്വത്തിൽ അത്തിക്കൽ ഇളമ ആയുധങ്ങൾ എഴുന്നള്ളിച്ച് പീഠത്തിൽ വെച്ചതോടെ കോലധാരികൾ ചെണ്ട കൊട്ടി തോറ്റം ചൊല്ലി. മുല്ലച്ചേരി നായരച്ചൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, ട്രസ്റ്റി ബോർഡ് അംഗം NV ബേബിരാജ്, എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ പെരിങ്ങേത്ത, അടോട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം, കലശം എഴുന്നള്ളിക്കുന്ന കളരികൾ, വിവിധ സമുദായ അവകാശികൾ, ആചാരസ്ഥാനികർ, ക്ഷേത്ര മഹോത്സവ ഭാരവാഹികൾ, വികസന സമിതി ഭാരവാഹികൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച മുതൽ കലശോത്സവം സമാപിക്കും വരെ രാവിലെ ചെണ്ട കൊട്ടി പള്ളിയുണർത്തുന്ന ചടങ്ങ് കോലധാരികളാണ് നടത്തുക. മെയ് 16 രാവിലെ 7:30 നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ കലശത്തിന്റെയും ഓലകൊത്തൽ ചടങ്ങിന്റെയും തീയതികളും മുഹൂർത്തവും കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആകാംക്ഷയ്ക്ക് വിട. മുഖ്യമന്ത്രിയായി VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ജില്ലയിലും UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. സമൂഹത്തിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിച്ചതായി പരാതി. കാഞ്ഞങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ യുവതിക്കെതിരെ കേസ്.
ഉദുമ പാലക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഉദുമ കോട്ടക്കുന്നിലെ നസീറിന്റെ മകൻ 22-കാരൻ ലുക്മാനാണ് മരണപ്പെട്ടത്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കൽ. കാസർഗോഡ് മുഖ്യ തപാൽ ഓഫീസിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധം. HPV വാക്സിൻ സൗജന്യമായി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലും ലഭ്യം. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ നടപടി. MSF തൃക്കരിപ്പൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുമ്പളയിൽ ഹൈവേ ഉപരോധിച്ചും പ്രതിഷേധം. പുതിയാവര റസുമഞ്ജിഷ്ണാർ ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിന് പരിസമാപ്തി. മതസാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃകകൾക്ക് സാക്ഷ്യം വഹിച്ചാണ് ഇത്തവണയും ചടങ്ങുകൾ നടന്നത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.